കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ മൂന്നിലേറെ പേർ ബി.ജെ.പിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് ബി.ജെ.പി നേതാവ് വി.പി. ശ്രീ പത്മനാഭൻ. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളാണ് ചർച്ചയ്ക്കെത്തിയതെന്ന് വെളിപ്പെടുത്തിയ ശ്രീ പത്മനാഭൻ പേരുവിവരം വെളിപ്പെടുത്താൻ സാധ്യമല്ലെന്നും അറിയിച്ചു. പത്മജിയുടെ ബി.ജെ.പി പ്രവേശനത്തെ വിമർശിക്കുന്നവരിൽ പലരും ബി.ജെ.പിയുമായി നേരത്തെ ചർച്ച നടത്തിയവരായിരുന്നെന്ന് കെ. സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇത് ശരിവയ്ക്കുന്നതാണ് ബി.ജെ.പി നേതാവിൻ്റെ പ്രതികരണം. കേരളത്തിലെ മൂന്നിലേറെ നേതാക്കൾ 1.5 വർഷത്തിനിടെ ബി.ജെ.പിയുമായി ചർച്ച നടത്തി. ഇവരിൽ പലരും മുതിർന്ന നേതാക്കളാണ്. ഇക്കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. പേരുവിവരം സാമാന്യ മര്യാദ കാരണം വെളിപ്പെടുത്തുന്നില്ല. നാളെ അവർ ബി.ജെ.പിയിൽ ചേരുമ്പോൾ വിശ്വാസം വരുമെന്നും ശ്രീ പത്മനാഭൻ വിശദീകരിച്ചു. അതേസമയം കെ.പി.സി.സി പ്രസിഡന്റും വടകര എം.പിയുമായ കെ. മുരളീധരനും ബി.ജെ.പിയിലെത്തുമെന്ന സൂചന നൽകിയ ആലപ്പുഴയിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ. മുൻ മുഖ്യമന്ത്രി കെ. കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതിനിടയിലാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥിയുടെ പരാമർശം. ഇന്ന് ബി.ജെ.പിയെ സംബന്ധിച്ച് കൂടുതൽ രാശിയുള്ള ദിവസമാണ്. കാരണം ഡൽഹിയിൽ ഒരു ചർച്ച നടക്കാൻ പോവുകയാണ്. ഇത് പെട്ടെന്ന് സംഭവിച്ചതല്ല. ഒരു സഹോദരി കൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരുന്ന ശുഭവാർത്ത കേട്ടാണ് താൻ ആലപ്പുഴയിലെത്തിയിട്ടുള്ളതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ബി.ജെ.പിയിലേക്ക് കെ. മുരളീധരൻ കൂടി കടന്നുവരാൻ സാധിക്കുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിലനിൽക്കുന്നതെന്നും ശോഭ പറഞ്ഞു. കെ. മുരളീധരൻ ശക്തമായ രീതിയിൽ മറുപടി നൽകണമെന്ന് ആഗ്രഹമുണ്ടെന്നും എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞാൽ അദ്ദേഹത്തെ മുരളിജി എന്ന് വിളിക്കേണ്ടി വന്നാലോ എന്ന് കരുതിയാണ് അങ്ങനെ മറുപടി നൽകാത്തതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. മുരളീധരൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ലാതെ മറ്റൊരു പാർട്ടി രൂപീകരിച്ച് മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞത് എനിക്ക് എൻ്റെ അച്ഛനാണെന്ന് പറയാൻ പോലും ലജ്ജ തോന്നുന്നുവെന്നാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛൻ്റെ പേര് മുരളീധരൻ വില കുറിച്ച് കാണിച്ച ഏറെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതേസമയം ആലപ്പുഴയിൽ പ്രചാരണത്തിനെത്താൻ വൈകിയത് വിശ്വാസപ്രകാരമുള്ള നല്ല സമയം നോക്കിയതുകൊണ്ടാണെന്നും ശോഭ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു.